എല്ലാവർക്കും ഒരിക്കൽ കൂടി PK വ്ളോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ മുൻ വീഡിയോകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ എത്തിയത് പടിഞ്ഞാറൻ ജോർജിയയിലെ ബത്തൂമി എന്ന അതിമനോഹരമായ ഒരു തുറമുഖ നഗരത്തിലാണ്. കരിങ്കടലിൻ്റെ ചാരെ വിരാജിക്കുന്ന ബത്തൂമി നഗരം, തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പുരാതന നഗരം. ബത്തൂമിയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്കായി ഇവിടെ പങ്കുവയ്ക്കുന്നു, കാണുക. ഇവിടെ കാണുന്ന ഈ ഫെറിസ് വീൽ ഘടിപ്പിച്ച ബിൽഡിംഗ് ആണ് ബത്തൂമിയിലെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ടവർ. ഇതിന് താഴെയായി കാണുന്നതാണ് നെപ്റ്റ്യൂൺ ഫൗണ്ടൻ, പഴയ റോമൻ സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ പകർന്ന ഗോൾഡൻ നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ റോമൻ സംസ്കാരത്തിൽ ദൈവമായിരുന്നു. ബത്തൂമിയും പഴയ കാലങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ പതാകവാഹകരായി കാണപ്പെട്ടിരുന്നു. അതിൻ്റെ താഴെയായി മനോഹരമായ ഒരു ഉദ്യാനവും കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ മനോഹര കെട്ടിടമാണ് ബത്തൂമി തിയേറ്റർ. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ലൈറ്റ് ഹൗസ് ആണ്. അതുപോലെ ദൂരെ കാണാം ഒരു പാനോരമിക് വീൽ. ബത്തൂമിലെ നഗരത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാനോരമിക് വീലാണ്. ഇവിടെ കാണാം വേണ്ട ഒരു സൈബീരിയൻ ലുക്കുള്ള ഒരു പട്ടിക്കുട്ടി. ഇവിടെ സ്ട്രീറ്റിലുള്ളതാണ്, ആരും വളർത്തുന്നതല്ല. വാക്സിനേഷനൊക്കെ ഗവൺമെൻറ് എടുത്തിട്ട് കാതിൽ കടുക്കനൊക്കെ ഇട്ടാണ് അവൻ നടക്കുന്നത്. ജയൻ വീലിലോട്ട് കയറുവാണ്. ബത്തോമിയിലാണ് ഇതുള്ളത്. ബത്തോമി നഗരത്തിൻ്റെ കാഴ്ചകൾ നല്ലപോലെ കാണാം. എൻ്റെ മുകളിൽ കയറിയ ജയൻ വീൽ 2 പേര് മാത്രമേ അലോടുള്ളൂ. ഇതാണ് ഈ വീല്. ഇത് ഒരു ഇറ്റാലിയൻ കമ്പനിയുടെ നിർമ്മിതിയാണ്. തുറന്ന ക്യാബിനുകളാണ് ഇതിലുള്ളത്. കയറിയിരുന്നാൽ ഒന്ന് കറങ്ങി വരാൻ ഇവൻ എടുക്കുന്ന സമയം 10 മിനിറ്റാണ്. വളരെ പതിയെ കറങ്ങി സഞ്ചാരികൾക്കായി നഗരത്തിൻ്റെ കാഴ്ചകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവൻ ദൃശ്യമാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 10 ജോർജിയൻ ജെല്ലാണ്, അതായത് ഇന്ത്യൻ രൂപ 315ഓളം. അങ്ങനെ ജയൻ വീലിന്റെ ബാസ്ക്കറ്റ് ഞങ്ങളെ വഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയരുകയാണ്. വലതുവശത്ത് കാണുന്നത് ബത്തോമി നഗരത്തിലെ പ്രസിദ്ധമായ ആൽഫബറ്റ് ടവറാണ്. ജോർജിയൻ ആൽഫബറ്റ്സ് ആണ് ഈ ടവറിൽ എല്ലാം ആലേഖനം ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചയാണ് ആൽഫബറ്റ് ടവർ. അതിന്റെ മുകളിൽ നമുക്ക് കയറാം. മുകളിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, മുകളിൽ കയറാം. അങ്ങനെ നമ്മളിപ്പോൾ കാണുന്നത് ബ്ലാക്ക് സീ ആണ്. ശാന്തമായി ഒരു ഓളങ്ങളുമില്ലാതെ തീരത്തെ ഉണർത്താതെ പതിയെ ഉറങ്ങിക്കിടക്കുന്ന ബ്ലാക്ക് സീയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരെ കാക്കസസ് പർവ്വതങ്ങൾ അവശേഷിച്ച ഹിമപാളികളുമായി ഇളം വെയിൽ കൊണ്ട് രസിക്കുന്നു. ജയൻ വീലിന്റെ ബാസ്ക്കറ്റ് ഏറ്റവും ടോപ്പിലെത്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ബത്തോമി നഗരം. ഈ കാണുന്നതാണ് മിറാക്കിൾ ബീച്ചിലെ അലിയും നീനയും. സാംസ്കാരിക മതപരമായി വ്യത്യാസങ്ങൾക്കപ്പുറമുള്ള സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ചിഹ്നം. അലിയുടെയും നിനയുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി എൻ്റെ അടുത്ത വീഡിയോ ഉടനുണ്ടാകും. തീർച്ചയായും നിങ്ങൾ കാണുക. എപ്പിസോഡ് നമ്പർ 7, അലിയും നീനയും. ഒന്നു ചേരാൻ പറ്റാതെ വിഘടിച്ചു പോകുന്ന പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ഉത്തമ പ്രതീകങ്ങളാണ് അലിയും നീനയും. ജയൻ വീലിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടത് ഒരു വലിയ വീൽ തന്നെയായിരുന്നു. ബത്തൂമി നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റും. കരിങ്കടലാണ് കണ്ടത്. ദൂരെ മലകളുണ്ട്, ഐസ് മൂടി കിടക്കുന്നു.
മലകളും കാണാം. ജൈന്റ് വീല് താഴേക്ക് എത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നിന്ന് താഴേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങേണ്ട സമയമായി. പതിയെയാണ് ഇത് മൂവ് ചെയ്തിരിക്കുന്നത്. മറ്റു കാഴ്ചകളുണ്ട് ഇവിടെയൊക്കെ. വീല് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് താഴേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് തിരിച്ചിറങ്ങേണ്ടത്. നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സഞ്ചാരികൾ വളരെ കുറവാണ്. വീല് പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സുഹൃത്തായ നമ്മളുടെ സുര കാത്തു നിൽപ്പുണ്ട്. ഇവിടെ കുറച്ച് കച്ചവടക്കാർ ഓറഞ്ചിൻ്റെ ജ്യൂസുമായി കാത്തിരിപ്പുണ്ട്. അതുപോലെ ഒരു 4 ചാടുള്ള ഒരു ബേക്കറിയാണ് ഇവിടെ കാണുന്നത്. തുർക്കിഷ് ഉൽപ്പന്നങ്ങളാണ്. ഡോണറ്റ്സ് പോലുള്ള ചില വിഭവങ്ങളാണ് ഇവിടെ ഇവർ സഞ്ചാരികൾക്കായി വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇത് ബത്തൂമി ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉൾവശമാണ്. എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഇവയെ പരിപാലിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ നോക്കൂ, ഇലയില്ലാതെ ഉടലാകെ പൂ ചൂടിയ ഒരു സുന്ദരി. പേര് തിരക്കിയപ്പോൾ അവൾ നാണിച്ചു മൊഴിഞ്ഞു. യൂലാൻ മഗ്നോലിയ. മറ്റൊരിടത്ത് ഇല തൂർന്നു നിൽക്കുന്ന ഈസ്റ്റേൺ വൈറ്റ് പൈൻ. പൂക്കളും കായ്കളുമായി അവ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വസിക്കുന്നു. ഇനി ഇവളാണ് ജാപ്പനീസ് കാമലിയ. പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകാത്ത ഒരു സുന്ദര പുഷ്പം. ഇവിടെ എൻ്റെ കാലനക്കം കേട്ടാകും പുല്ലിൽ നിന്ന അമ്മയും കുഞ്ഞും എന്നെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. ഏതോ കലാകാരൻ വെങ്കലത്തിൽ തീർത്ത അതിമനോഹരങ്ങളായ 2 മാൻ ശില്പങ്ങൾ. പിന്നെ ഏതോ യക്ഷികൾ കൂടുവിട്ടുപോയ പനയും കണ്ട് ബത്തൂമി നഗരത്തിൻ്റെ സൗന്ദര്യം മനസ്സിൽ ആവാഹിച്ച് മഞ്ഞുറഞ്ഞ മനസ്സിൻ്റെ കവാടങ്ങളിൽ സുഗന്ധം നിറച്ച് ഇന്നിവിടുന്ന് യാത്രയാകുന്നു. അടുത്തത് അലിയും നിനോയും അവരുടെ പ്രണയ സന്ദേശത്തിൻ്റെ സുന്ദര ദൃശ്യങ്ങളുമായി ഉടനെ എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക. നന്ദി. ഒരിക്കൽ കൂടി നമസ്കാരം.